കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമുക്ക് യൂട്യൂബിനകത്ത് നമ്മൾ പ്രോഗ്രാം വർഷങ്ങളായിട്ട് ചെയ്തു വരുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർ നമ്മളെ ഫോണിൽ കൂടി കൺസൾട്ടിങ്ങിന് വിളിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അതല്ലാതെ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ റെമഡികളായിട്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാമും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കിച്ചൺ എവിടെ വരണം, അല്ലെങ്കിൽ കിച്ചണിൽ സ്റ്റൗ എവിടെ ഇരിക്കണം, അങ്ങനെ കിച്ചനെ പറ്റി ഒത്തിരി സംശയങ്ങൾ ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഒരുപാട് പ്രോഗ്രാം നമ്മൾ ചെയ്തതാണ്. വീണ്ടും ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ പേരിൽ ഇത് ഒന്നും കൂടി പറയുകയാണ്. ഇപ്പോൾ നമുക്കൊരു വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമാണുള്ളത്. ഇത് ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തുവിൽ ഓരോ ദിക്കിനും ഓരോ പേരുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ വടക്ക് കിഴക്ക് ഈശാന കോണ്, തെക്ക് കിഴക്ക് അഗ്നികോണ്, തെക്ക് പടിഞ്ഞാറ് നിരതി കോണ്, വടക്ക് പടിഞ്ഞാറ് വായു കോണ്, അങ്ങനെ ഓരോ ദിക്കുകളും ഓരോ പേരുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ 4 മൂലകളിൽ കിച്ചന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് അഗ്നികോണാണ്. അപ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും, അഗ്നിദേവൻ അവിടെ തെക്ക് കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ അവിടെ നമുക്ക് അടുപ്പ് ചെയ്ത് അവിടെ നമ്മൾ കിച്ചൺ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കേരളത്തിൽ ഭൂരിഭാഗം വീടുകളിൽ നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ കേരളം വിട്ട് നമ്മൾ തൊട്ടടുത്ത സ്റ്റേറ്റായ കർണാടകയിലോ തമിഴ്നാട്ടിലോ പോയി കഴിഞ്ഞാൽ അവരാരും വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യുന്നില്ല. അവരെല്ലാം തെക്ക് കിഴക്ക് ഭാഗത്താണ് ചെയ്യുന്നത്. പിന്നെ അവർ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ എവിടെയായാലും നമുക്കിപ്പോൾ എല്ലാ സ്ഥലത്തും കിച്ചൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കന്നിമൂലയിൽ വരെ കിച്ചൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ നമ്മളൊരു ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മളുടെ വീട് വെച്ചല്ലോ, നമ്മുടെ വീട്ടിൽ വടക്ക് കിഴക്ക് ഭാഗത്താണല്ലോ കിച്ചൺ വന്നിരിക്കുന്നത്, നമുക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പം നമുക്കത് അവിടെ നിന്ന് മാറ്റി തെക്ക് കിഴക്കോട്ട് ചെയ്യാനുള്ള സാമ്പത്തികമില്ല, അല്ലെങ്കിൽ തെക്ക് കിഴക്കോട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യം നമുക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും എന്ന് ചിലർ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഞാനൊരു ചെറിയ ഇത് പറഞ്ഞു തരാം. നിങ്ങളുടെ കിച്ചണിൽ ഇപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്താണ് നിങ്ങളുടെ കിച്ചൺ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കിച്ചൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ സ്റ്റൗ വയ്ക്കുക. എന്നിട്ട് കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ സിങ്ക് വയ്ക്കുന്ന, പാത്രം കഴുകുന്ന സിങ്ക് വയ്ക്കുന്ന ചില. അപ്പോൾ ഈ ഒരു ചെറിയ മാറ്റത്തിലൂടെ തന്നെ ആ കിച്ചൻ്റെ ദോഷം ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. അപ്പം കിച്ചൻ്റെ സ്ഥാനം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും കിച്ചൺ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉത്തമമായിട്ടുള്ള മറ്റൊരു സ്ഥാനം പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വടക്ക് പടിഞ്ഞാറ് ചെയ്താലും ദോഷമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് കിച്ചൺ തെക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യാം. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാം. ഇനി എപ്പോഴും നമുക്ക് സ്റ്റൗ തെക്ക് കിഴക്ക് മൂലയിൽ വരുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇനി കിച്ചണിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും കിച്ചണിൽ പൊതുവേ ഒരുപാട് ആൾക്കാർ ഇപ്പം മിക്കവരും ഇന്ന് ആരോഗ്യ പ്രശ്നമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ മെഡിസിൻസും മറ്റു കാര്യങ്ങളൊക്കെ അവർ കിച്ചണിൽ വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മെഡിസിൻ നമ്മൾ കിച്ചണിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ ഉള്ള കാലം മൊത്തം മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ നിന്ന് മെഡിസിനുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ കലണ്ടറും ക്ലോക്കും കിച്ചണിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം. ഇപ്പോൾ ചില വീടുകളിൽ നമുക്ക് രാത്രി സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആ പാത്രമൊക്കെ കഴുകാതെ സിങ്കിനകത്ത് ഇട്ടിട്ട് പിറ്റേന്ന് രാവിലെ കഴുകുന്ന ഒരു രീതിയുണ്ട്. അത് ഒട്ടും നല്ലതല്ല. എപ്പോഴും അടുക്കള നല്ല വൃത്തിയായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റൗ, അതിൻ്റെ ബർണറൊക്കെ നല്ല ക്ലീൻ ചെയ്തിരിക്കുന്നത് നമ്മളിലേക്ക് സമ്പത്ത് വരാനായിട്ട് നല്ലതായിട്ടും വാസ്തുവിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ സ്റ്റൗ വെച്ച് അവിടെ ഇത് പാചകം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൃത്യസമയത്ത് ആ ഫുഡ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ആ ഫുഡ് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ ചെയ്യുക. പിന്നെ കിച്ചണിൽ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കിച്ചണും സ്റ്റൗവും സിങ്കും കൂടെ അടുത്തടുത്ത് വരാതെ ഒരു 2 അടിയെങ്കിലും മിനിമം അകലമുണ്ടായിരിക്കണം. അതല്ല അടുത്ത് വരുന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും കൂടെ ഇടയിൽ ചെറിയൊരു പ്ലാന്റ് വെച്ചുകൊണ്ട് ആ ഒരു ദോഷത്തെ നമുക്ക് പരിഹരിക്കാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റൗ ഇരിക്കുന്നത് കരുതുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഫ്രിഡ്ജ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം വീടുകളിൽ കലഹത്തിനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അതായത് തീയും വെള്ളവും മുഖത്തോട് മുഖം ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. അതല്ല ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ
പിന്നെ മുളം തണ്ട്, അതായത് ഒരു വുഡ് പീസ് മുളം തണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ റെഡ് റിബണിൽ കെട്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുമെന്ന് പറയുന്നുണ്ട്. ഫെങ്ഷുയിൽ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അവർ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഈ പിന്നെ അവിടെ അഗ്നി ഇരിക്കുന്നു, ഇപ്പുറത്ത് വെള്ളം ഇരിക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മുളം തണ്ട് കെട്ടിയിടാനാണ് പറയുന്നത്. അപ്പം ഈ വെള്ളം ഈ വുഡിലേക്ക് എത്തുകയും ആ വുഡ് വളരുകയും ആ വുഡ് ഈ അഗ്നിയെ കത്താൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ള സൈക്കിളിലേക്ക് അത് മാറും. മറ്റത് വെള്ളവും തീ ആകുമ്പോഴത്തേക്ക് ഈ വെള്ളം ഈ അഗ്നിയെ കെടുത്തും എന്നൊരു സങ്കല്പം കൂടെയുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായി ഇടയ്ക്ക് ഒരു വുഡ് എലമെൻറ്റ് കൊണ്ടുവന്നുകൊണ്ട് അത് കറക്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു പഞ്ചഭൂതങ്ങളുടെ ഒരു സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഫെങ്ഷി ബാലൻസ് ചെയ്യുന്നത്. 1-2 ടൂളുകളിലേക്ക് നമുക്ക് പോകാം. ഇപ്പം നമ്മുടെ വീടുകളിലേക്ക് ഇപ്പം പലതരത്തിലുള്ള എനർജികളുണ്ട്. ഇപ്പം നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളാണ്. അപ്പം നമ്മളുടെ വീടുകളിലേക്ക് കടന്നു വരുന്ന എനർജികളിൽ പോസിറ്റീവ് എനർജിയുണ്ട്, നെഗറ്റീവ് എനർജിയുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് എനർജി ആണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അതേസമയം നെഗറ്റീവ് എനർജിയും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി കടന്നു വരാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഫെങ്ഷുയിൽ ചില ടൂളുകൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടൂളെന്ന് പറയുന്നത് കുവാൻ കിങ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സ്റ്റാച്ചു ആണ്. ഇത് കുവാൻ കിങ് എന്നാണ് ഈ സ്റ്റാച്ചുവിൻ്റെ പേര്. ഇതൊരു ചൈനീസ് കിങ് ആണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വാളുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രധാന ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതിങ്ങനെ വെക്കുന്നത് വളരെ നല്ല ഒരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. പ്രധാന ഡോറിന് നേരെ ഓപ്പോസിറ്റ് ഡോറിലോട്ട് ഫേസ് ചെയ്ത് ഇങ്ങനെ ഒരു കുവാൻ കിങ്ങിൻ്റെ സ്റ്റാച്ചു വെക്കുന്നത് നെഗറ്റീവ് എനർജികളിൽ നിന്നും വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു സ്റ്റാച്ചു ആയിട്ട് ഇതിനെ ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് തോന്നും ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു രൂപം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത്, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ചിത്രങ്ങളും രൂപങ്ങളും വെച്ചുകൂടെ അതിലൂടെ മാറ്റം വരില്ലേ എന്ന് ചോദിക്കും. നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് സ്വീകാര്യമാകുന്നു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ടും ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് അതിലുള്ള വ്യത്യാസം നിങ്ങൾ അനുഭവിച്ചറിയും. എപ്പോഴും നിങ്ങൾക്ക് അതിനെപ്പറ്റി ബോധ്യമാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ മറ്റ് നെഗറ്റീവ് എനർജികളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ബാക്വ മിററാണ്. ഈ ബാക്വ മിറർ എന്ന് പറയുന്നത് പ്രധാന ഡോറിൻ്റെ മുകളിൽ നമ്മുടെ പിന്നെ പ്രധാന ഡോറിൻ്റെ മുകളിൽ വെളിയിൽ ഇതിനെ സ്ഥാപിക്കാം. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഓരോ ഫ്യൂഡോഗിൻ്റെ സിമ്പിൾസ് വെക്കുന്നത് നമുക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ തരുന്നതാണ്. ഫ്യൂഡോഗിൻ്റെ സിമ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ രീതിയിൽ വെക്കാവുന്നതാണ്. ഇതിൻ്റെ പക്കം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു. അത് വെച്ചിട്ട് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഇത്തരത്തിലുള്ള ഫ്യൂഡോഗിൻ്റെ സിമ്പിൾ മുഖത്തോട് മുഖം നോക്കി വയ്ക്കുന്നത് വീടിൻ്റെ പ്രൊട്ടക്ഷന് നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ പിന്നെ വാസ്തു ടിപ്സുകളും നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങളുടെ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.